മാത്തമാറ്റിക്സ് എല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. അപ്പൊ ഇന്നത്തെ നമ്മുടെ പോർഷൻ ഗ്രാഫ് തിയറിയാണ്. ഹെഡിങ് ഗ്രാഫ് തിയറി. ഗ്രാഫ് തിയറി ഗ്രാഫ് തിയറിയില് ക്വസ്റ്റ്യൻസ് എല്ലാം ഇപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗ്രാഫ്സ് ആണ്. പിന്നെ കുറെ 10-12 തിയറംസും കൂടി ഉണ്ട്. ഇപ്പൊ ഒരു ഗ്രാഫിനകത്ത് എല്ലായ്പ്പോഴും 2 സെറ്റാണ് കണ്ടെയ്ൻ ചെയ്യുന്നത്. ഒരു ഗ്രാഫിൽ എപ്പോഴും വെർട്ടെക്സ് സെറ്റും എഡ്ജ് സെറ്റും കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു 2 ഫൈനൈറ്റ് സെറ്റ് കണ്ടെയ്ൻ ചെയ്യുന്ന ഗ്രൂപ്പാണ് ഗ്രാഫ്. വി ഓഫ് ജി എന്ന് പറഞ്ഞാൽ വെർട്ടെക്സ് സെറ്റ് ഓഫ് ഗ്രാഫും ഇ ഓഫ് ജി എന്ന് പറഞ്ഞാൽ എഡ്ജ് സെറ്റ് ഓഫ് ഗ്രാഫും ആണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഒരു ഗ്രാഫ് ഞാൻ വരയ്ക്കാം. ഈ ഒരു ഗ്രാഫിനകത്ത് ഇതൊരു ഗ്രാഫാണ്. ഈ ഒരു ഗ്രാഫിനകത്ത് ഈ പോയിന്റ്സ് ഡിനോട്ട് ചെയ്യുന്നതാണ് വെർട്ടീസസ് അല്ലെ വെർട്ടെക്സ്. ഇതാണ് വെർട്ടീസസ് അല്ലെ വെർട്ടെക്സ്. V1, V2, V3, V4, V5 5 വെർട്ടീസസ് ഉള്ള ഒരു ഗ്രാഫാണ് വരച്ചത്. ഈ പോയിന്റ്സിന്റെ പേരാണ് നോഡ്സ്. NODES എന്ന് പറയും. നോഡ്സ് അല്ലെങ്കിൽ വെർട്ടീസസ്. ഈ പോയിന്റ്സ് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഈ ലൈനിന്റെ പേരാണ് എഡ്ജസ്. അപ്പൊ എഡ്ജസ്, ഇത് ഒരു എഡ്ജാണ്. E1, E2, E3, E4, E5, E6, E7. അപ്പൊ ഇതിനകത്ത് വെർട്ടീസസ് എന്ന് പറയുന്നത് 5 എണ്ണമാണ്. V1, V2 അങ്ങനെ V5 വരെ 5 വെർട്ടീസസ്. എഡ്ജസ് എന്ന് പറഞ്ഞാൽ E1 തൊട്ട് E7 വരെ ഉണ്ട് എഡ്ജസ്. ഈ എഡ്ജസിന്റെ പ്രത്യേകത, ഇപ്പൊ ഇവിടെ ഫസ്റ്റ് എഡ്ജ് E1 എന്ന് പറഞ്ഞാൽ ഇപ്പൊ E1 ഇങ്ങനെയാണ് തരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും വരാന്ന് പറഞ്ഞാൽ ഈസ് ആൻ എൻഡ് വെർട്ടീസസ് ഓഫ് V1, V2 എന്നാണ്. V1-ൽ നിന്നും V2-ലോട്ട് പോകുന്ന ഈ ഒരു ലൈനാണ് E1. V1-നും V2-നും ഇടയ്ക്കുള്ള ലൈനാണ് E1. അങ്ങനെ നോക്കുമ്പം E3 എന്ന് പറഞ്ഞാൽ V3-ൽ നിന്ന് V4 അല്ല V4-ൽ നിന്ന് V3-ലോട്ടോ വരാം. ഡയറക്ഷൻ ഒന്നും ഇല്ല എങ്കിൽ അതിന്റെ പേര് അൺഡയറക്റ്റഡ് ഗ്രാഫ് ആണ്. ഡയറക്ഷൻ ഉണ്ടെങ്കിൽ അതാണ് ഡയറക്റ്റഡ് ഗ്രാഫ്. അപ്പൊ ഇതില് E4 എന്ന് പറയുന്ന എഡ്ജ് V3 തുടങ്ങി V3-ൽ അവസാനിക്കുന്നതാണ്. V3 to V3 ആണ്. V3 തുടങ്ങി V3-ൽ അവസാനിക്കുന്നത്. അപ്പൊ അതാണ് ലൂപ്പ് എന്ന് പറയും. ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഐഡന്റിക്കൽ എൻഡ് വെർട്ടീസസ് തുടക്കവും അവസാനവും ഒന്ന് തന്നെയാണ്. അതാണ് ഐഡന്റിക്കൽ എൻഡ് വെർട്ടീസസ്. അതാണ് ലൂപ്പ്. പിന്നെ നോക്കിയപ്പോ E6-ഉം E7-ഉം E6-ഉം എൻഡ് വെർട്ടീസസ് എന്ന് പറഞ്ഞാൽ V1 to V5 ആണ്. E7-ന്റെ എൻഡ് വെർട്ടീസസും V1 to V5 ആണ്. V1 to V5. അപ്പൊ ഇതില് E6-ഉം E7-ന്റെ എൻഡ് വെർട്ടീസസ് സെയിം ആണ്. ഒന്നിലധികം എഡ്ജസിന് സെയിം എൻഡ് വെർട്ടീസസ് ഉണ്ട്. അപ്പൊ ഈ ഒരു എഡ്ജ് സ്ട്രെയിറ്റ് വരച്ചാൽ ബാക്കി അവിടെയൊക്കെ ഉള്ളതെല്ലാം വളച്ചേ എടുക്കാവുള്ളൂ. അകത്തൂടെ പുറത്തൂടെ ഇങ്ങോട്ട് അകത്തൂടെ വേണേലും ചെയ്യാം. അങ്ങനെ വരുന്ന സെയിം എൻഡ് വെർട്ടീസസ് വരുന്ന എഡ്ജസിന്റെ പേരാണ് പാരലൽ എഡ്ജസ്. പാരലൽ എഡ്ജസ് എന്ന് പറഞ്ഞാൽ സെയിം എൻഡ് വെർട്ടീസസ്. ഐഡന്റിക്കൽ എൻഡ് വെർട്ടീസസ് വരുന്നതിന്റെ പേരാണ് ലൂപ്പ്. അപ്പൊ ഇങ്ങനെ ഒരു ഗ്രാഫ് വരയ്ക്കുമ്പം ഒരൊറ്റ വെർട്ടെക്സ് തന്നെ വന്നാലും അതൊരു ഗ്രാഫാണ്. അതൊരു ഗ്രാഫാണ്. അപ്പൊ ഗ്രാഫിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എ ഗ്രാഫ് G is equal to V of G, E of G consist of 2 finite sets. എണ്ണിയെടുക്കാൻ പറ്റും. ഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ കൗണ്ടബിൾ ആണ്, എണ്ണിയെടുക്കാൻ പറ്റണം. V of G എന്ന് പറഞ്ഞാൽ വെർട്ടെക്സ് സെറ്റും
ഇ ഓഫ് ജി എന്ന് പറഞ്ഞാൽ എഡ്ജ് സെറ്റും ആണ്. പിന്നെ ഒരു സെന്റൻസ് കൂടെ അതിൽ വേണം. എഡ്ജ് സെറ്റ് ഈസ് എ പോസിബിളി എം ടി സെറ്റ്. എഡ്ജ് സെറ്റ് എം ടി ആയാലും പ്രോബ്ലം ഇല്ല. ഇത് നോക്കിയാൽ ഈ വരച്ചിരിക്കുന്ന ഒരൊറ്റ പോയിന്റ് ഉണ്ടെങ്കിലും അത് ഗ്രാഫാണ്, അവിടെ എഡ്ജസ് ഇല്ല. അപ്പൊ എഡ്ജ് സെറ്റ് എന്ന് പറഞ്ഞാൽ പോസിബിളി എം ടി സെറ്റ് ആകാം. അപ്പം വെർട്ടെക്സ് സെറ്റ് എം ടി ആകാൻ പാടില്ല. വെർട്ടെക്സിനകത്ത് ഒരു വെർട്ടെക്സ് എങ്കിലും വേണം. എഡ്ജ് സെറ്റിനകത്ത് എഡ്ജസ് ഇല്ല എങ്കിലും പ്രോബ്ലം ഇല്ല. ഇങ്ങനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഈ ഗ്രൂപ്പിന്റെ പേരാണ് ഗ്രാഫ്. അപ്പൊ ഗ്രാഫിനകത്ത് നമ്മള് ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ തരികയാണ്. ജി ഇസ് ഈക്വൽ ടു വി കോമ ഇ. വി എന്ന് പറയുന്ന വെർട്ടെക്സ് സെറ്റിനകത്ത് എ ബി സി ഡി ഇ 5 വെർട്ടീസസ് ഉണ്ട്. ഈ തന്നിരിക്കുന്ന വെർട്ടീസസ് E1 E2 അങ്ങനെ E8 8 എഡ്ജസ് ആണുള്ളത്. ഇനി ക്വസ്റ്റ്യൻ പറയുന്നത് ends of the edges are given by E1 is an end vertices of A, B. E2 is an end vertices of B, C. E3 is an end vertices of C, C. E4 is an end vertices of C, D. E5 is an end vertices of B, D. E6 is an end vertices of D, E. E7 is an end vertices of B, E. E8 is an end vertices of B, E. ഇത്രയും തന്നിട്ട് ക്വസ്റ്റ്യൻ പറയുന്നത് ഡ്രോ ജി ഡയഗ്രമാറ്റിക്കലി, ഗ്രാഫ് വരയ്ക്കാനാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഗ്രാഫ് വരയ്ക്കുമ്പോഴത്തേക്ക് എങ്ങനെ വേണേലും വെർട്ടീസസ് കണക്ട് ചെയ്യാം. 5 വെർട്ടീസസ് ആണുള്ളത്. 5 വെർട്ടീസസ് കണക്ട് ചെയ്യുമ്പം ഒരേ ലൈനിൽ കണക്ട് ചെയ്യരുത്, കാരണം അത് നമുക്ക് വരയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. 5 വെർട്ടീസസ് എവിടെ വേണമെങ്കിലും കണക്ട് ചെയ്യാം. ഇപ്പൊ 5 വെർട്ടീസസ് 1 2 ഒരേ ലൈനിൽ പോകരുത്, വരയ്ക്കാൻ പാടാണ്. 3 4 5 എവിടെ വേണേലും കൊടുക്കാം. എ ബി സി ഡി ഈ ഓർഡറിൽ കൊടുക്കണമെന്നൊന്നുമില്ല. എ ഇവിടെ എഴുതിയ ബി ഇവിടെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. എ ബി സി ഡി ഇ. ഇനി ഇവിടെ നോക്കണം. E1 എയ്ക്കും ബിക്കും ഇടയ്ക്കുള്ള എഡ്ജാണ് E1. അത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പോണം. ഒന്നിലത് കൊണ്ടേ മാത്രമേ അകത്തൂടെ പുറത്തൂടെ വളച്ചെടുക്കാവുള്ളൂ. E2 ബിയിൽ നിന്നും സിയിലോട്ടാണ് E2. E3 സി തുടങ്ങി സി തന്നെ വരുന്നതാണ് E3. E4 സിയിൽ നിന്നും ഡിയിലോട്ട് E4. ബിയിൽ നിന്നും ഡിയിലോട്ട് E5. ബിയിൽ നിന്നും ഡിയിലോട്ട് E5. E6 ഡിയിൽ നിന്ന് ഇയിലോട്ട് E6. ബിയിൽ നിന്നും ഇയിലോട്ട് E7. ബിയിൽ നിന്ന് ഇയിലോട്ട് ഒരെണ്ണം കൂടി E8. അത് അകത്തൂടെ പുറത്തൂടെ വളച്ചെടുക്കണം. E8. ഇത്രവേ ഇവിടെ തന്നിട്ടുള്ളൂ. എങ്ങനെ വേണേലും വരയ്ക്കാം. അപ്പൊ ഇതിനകത്ത് പാരലൽ എഡ്ജസ് ഉണ്ടോ? പാരലൽ സെയിം എൻഡ് വെർട്ടീസസ് വരുന്ന എഡ്ജസ് ഉണ്ടോ? ഏതേലും തുടക്കം അവസാനം ഒന്ന് തന്നെ? മൈക്ക് ഓൺ ചെയ്ത് പറയണേ. സെയിം എൻഡ് വെർട്ടീസസ് ഉള്ളേ അതല്ലടാ. സെയിം എൻഡ് വെർട്ടീസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിയേ. E3 ആണോ മിസ്സേ? ഇവിടെ നോക്കിയേ. E6ഉം E7ഉം V1ഉം V5ലോട്ടാണ് E6 E7 പോയത്. അതായത് സെയിം എൻഡ് വെർട്ടീസസ് വരുന്ന എഡ്ജസിന്റെ പേരാണ് പാരലൽ എഡ്ജസ്. അപ്പൊ ഇവിടെ നോക്കിയേ, എഡ്ജസ് തുടക്കം അവസാനം ഒന്ന് തന്നെ വന്നത് E7ഉം E8ഉം. E7നും ബിയിൽ നിന്ന് ഇയിലോട്ട്, E8ഉം ബിയിൽ നിന്ന് ഇയിലോട്ട്. അപ്പൊ 2 എഡ്ജസ് E7ഉം E8ഉം. ഇത് 2 എഡ്ജസും ആണ് ഇവിടത്തെ പാരലൽ എഡ്ജസ്. തുടക്കം അവസാനം ഒന്ന് തന്നെ വരുന്നത്.
രണ്ടിനും സെയിം വരുന്നത് സെയിം. പിന്നെ നോക്കുക, ഇവിടെ E4 എന്ന് പറയുന്ന എഡ്ജിന്റെ പ്രത്യേകത V3 തുടങ്ങി V3 തന്നെ അവസാനിച്ചു. അതാണ് ഐഡന്റിക്കൽ എൻഡ് വെർട്ടീസസ്. അതിന്റെ പേരാണ് ലൂപ്പ്. അപ്പൊ E4 ഒരു ലൂപ്പാണ്. ഇവിടെ ലൂപ്പ് ഏതേലും ഉണ്ടോ എന്ന് പറഞ്ഞേ, ലൂപ്പ് E3 സി നമ്മുടെ വെർട്ടെക്സ് ആണ്. E3 തുടങ്ങി E3 അവസാനിച്ചു. അപ്പൊ അതാണ് ലൂപ്പ്. അപ്പൊ പാരലൽ എഡ്ജസ് എന്ന് പറയുമ്പോൾ സെയിം എൻഡ് വെർട്ടീസസ്. ലൂപ്സ് എന്ന് പറഞ്ഞാൽ ഐഡന്റിക്കൽ എൻഡ് വെർട്ടീസസ്. പിന്നെ ഇതില് ഒരു ഗ്രാഫിനകത്ത് ഇതൊക്കെ ഡെഫിനിഷൻ ആണ്. പാരലൽ എഡ്ജസ്, ലൂപ്സ് ഒക്കെ ഉണ്ട്. സിമ്പിൾ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ലൂപ്സും പാരലൽ എഡ്ജസും ഇല്ലാത്ത ഗ്രാഫ്. നോ ലൂപ്സ് ആൻഡ് നോ പാരലൽ എഡ്ജസ്. നോ ലൂപ്സ് ആൻഡ് നോ പാരലൽ എഡ്ജസ്. ലൂപ്സും പാരലൽ എഡ്ജസും ഇല്ലാത്ത ഗ്രാഫാണ് സിമ്പിൾ ഗ്രാഫ്. ഇപ്പൊ ദേ ഈ ഗ്രാഫ് ഒരു സിമ്പിൾ ഗ്രാഫ് ആക്കണമെങ്കിൽ E3 അങ്ങ് കളയണം. E7 E8 ഏതേലും ഒരു എഡ്ജും കളയണം. E8 കളഞ്ഞാൽ മതി. അപ്പൊ E7 പാരലൽ എഡ്ജസ് ആകത്തില്ല. അപ്പൊ പാരലൽ എഡ്ജ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ലൂപ്പും പാരലൽ എഡ്ജസും ഇല്ലാത്തതാണ്. ലൂപ്പും പാരലൽ എഡ്ജസും ഇല്ലാത്തത്. ഇതൊരു സിമ്പിൾ ആണ്. ലൂപ്സും പാരലൽ എഡ്ജസും ഇല്ല. അതാണ് സിമ്പിൾ ഗ്രാഫ്. ഡെഫിനിഷൻ ഉള്ളതാണ്. കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഗ്രാഫ് ഒരു സിമ്പിൾ ഗ്രാഫ് ആയിരിക്കണം. അതായത് നോ ലൂപ്സ് ആൻഡ് നോ പാരലൽ എഡ്ജസ്. അതില് ഒരു ഗ്രാഫ് കംപ്ലീറ്റ് ഗ്രാഫ് ആകണമെങ്കിൽ ഏതൊരു പെയർ ഓഫ് വെർട്ടീസസ് എടുത്താലും അത് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു എഡ്ജ് വേണം. എ കംപ്ലീറ്റ് ഗ്രാഫ് ഈസ് എ സിമ്പിൾ ഗ്രാഫ് ഇൻ വിച്ച് ഈച്ച് പെയർ ഓഫ് ഡിസ്റ്റിന്റ് വെർട്ടീസസ് ഈസ് ജോയിൻഡ് ബൈ ആൻ എഡ്ജ് എന്നാണ്. അതായത് ഇവിടെ നോക്കുക, 3 വെർട്ടീസസ് ഉള്ള ഒരു ഗ്രാഫാണ്. ഇതൊരു കംപ്ലീറ്റ് ഗ്രാഫ് ആകണമെങ്കിൽ ഇതിലെ ഏതൊരു പെയർ ഓഫ് വെർട്ടീസസ്, ഏത് ജോഡി എടുത്താലും, V1 V2 ഒരു പെയറാണ്, V1 V3 ഒരു പെയറാണ്, V3 V2 V3 ഒരു പെയറാണ്. ഏതൊരു ജോഡി എടുത്താലും ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു എഡ്ജ് വേണം. എങ്കിൽ ആ ഗ്രാഫിന്റെ പേരാണ് കംപ്ലീറ്റ് ഗ്രാഫ്. 3 വെർട്ടീസസ് ഉള്ള ഒരു കംപ്ലീറ്റ് ഗ്രാഫ് ആണെങ്കിൽ ഇതിന്റെ പേരാണ് K3. N എഡ്ജസ് ഉള്ള ഒരു കംപ്ലീറ്റ് ഗ്രാഫ് ഡിനോട്ട് ചെയ്യുന്നതാണ് KN. ഇതിനകത്ത് മൊത്തം ഇറ്റ് ഹാസ് NC2 എഡ്ജസ് എന്ന് പറയുന്നത്. NC2 എന്ന് പറഞ്ഞാൽ N into N-1/2 എഡ്ജസ് ആണ് ഉള്ളത്. ഈ KN എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ഗ്രാഫ് വിത്ത് N വെർട്ടീസസ് ഉള്ള ഒരു ഗ്രാഫിൽ N into N-1/2 എഡ്ജസ് ആണ് ഉള്ളത്. അപ്പൊ K3-ലാവുമ്പോ 3 into 3-1, 3 into 2/2, 2 കൂടെ വെട്ടിപ്പോയി, 3 എഡ്ജസ്, 1 2 3. കണ്ടോ K3. ആദ്യത്തെ 6 K1 K2 K3 K4 K5 K6 ഇതിൽ 6 എണ്ണത്തില് ഏതേലും 4 എണ്ണം വരയ്ക്കാൻ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. 2 വെർട്ടീസസ് ഉള്ള ഒരു കംപ്ലീറ്റ് ഗ്രാഫ്, അതിങ്ങനെ V1 V2 ഇതൊരു കംപ്ലീറ്റ് ഗ്രാഫായി. ഒരു എഡ്ജ്, 2 വെർട്ടീസസ് എവിടെ ഉള്ളൂ എങ്കിൽ അത് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു എഡ്ജ് വരയ്ക്കുമ്പോൾ അത് കംപ്ലീറ്റ് ഗ്രാഫായി. അത് സ്ട്രെയിറ്റ് വരയ്ക്കണം എന്നൊന്നുമില്ല, എങ്ങനെ വേണേലും വരയ്ക്കാം. ഒരൊറ്റ വെർട്ടെക്സ് ഉള്ളൂ എങ്കിൽ അവിടെ എഡ്ജ് ഇല്ല. അപ്പൊ അതെ K1-നകത്ത് 1 into 1-1 0, 1 into 0 0/2 0 എഡ്ജ്. അപ്പൊ ഇവിടെ 0 എഡ്ജ് ആണുള്ളത്, എഡ്ജ് ഇല്ല. K2 കണക്കനുസരിച്ച് 2 into 2-1 1/2, 2 ഉം 2 കൂടെ ക്യാൻസൽ ആയിപ്പോയി, ഒരു എഡ്ജ്. K4 വരയ്ക്കുമ്പം 4 വെർട്ടീസ്. ഞാൻ പറഞ്ഞു ഗ്രാഫ് വരയ്ക്കുമ്പം ഒരേ ലൈനിൽ വരയ്ക്കരുത്, ബുദ്ധിമുട്ടാണ് ചെയ്യാൻ. V1 V2 V3 V4 K4 കംപ്ലീറ്റ് ചെയ്ത് ഏതൊക്കെ ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞ് ഒന്നുകൂടെ ഞാൻ പറയാം. ഏത് ജോഡി എടുത്താലും, ഏത് പെയർ എടുത്താലും അത് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു എഡ്ജ് വേണം. പറയൂ.
K4 കംപ്ലീറ്റ് ചെയ്ത് പറഞ്ഞു. ഏത് തമ്മിൽ ജോയിൻ ചെയ്യണമെന്ന് നോക്കിയേ. പറ. K4. V1 V2 ആ ഓക്കെ. V2 V3 ആ V3 V4 V4 V1. ആ ഇനിയുണ്ട്. V1 V3 വരുമോ? വരും. അതൊരു ജോഡിയാ. V1 V3 ഒരു പെയറാണ്. V4 V2. ആ കറക്റ്റ്. അപ്പൊ മൊത്തം 6 എണ്ണം. 1 2 3 4 5 6 എഡ്ജസ്. അപ്പൊ ഇവിടെ K4 ഇവിടെ ഇട്ട് കൊടുക്കുമ്പോ 6 എഡ്ജസേ വരുള്ളൂ. 4 into 4 minus 1 3/2. അപ്പൊ 6 എഡ്ജസ്. അപ്പൊ K4 കംപ്ലീറ്റ് ആയി. ഇനി K5 K5ൽ 5 വെർട്ടീസസ്. 1 2 3 4 5 5 എണ്ണം. V1 V2 V3 V4 V5 5 എഡ്ജസ് ആണ്. K5 ആണിത്. K5 5 എഡ്ജസ് ആവുമ്പം 5 into 5 minus 1 4/2. അപ്പൊ 10 5 വെർട്ടീസസ് ആവുമ്പോ 10 എഡ്ജസ് വരും. കണക്ട് ചെയ്തേ നിങ്ങള്. K5 വരയ്ക്ക്. വൈഷ്ണവി K5 പറഞ്ഞേ. K5. V1 V2 ആ കറക്റ്റ്. പിന്നെ V2 V3 ആ V1 V4 V1 V4 കറക്റ്റ്. V3 V4 ആ പിന്നെ V3 V5 ഓക്കെ ഓക്കെ. V4 V5 V4 V5 ഇനി ഉണ്ടല്ലോ. 10 എണ്ണം ഉണ്ട്. V1 V5 കറക്റ്റ്. പിന്നെ V5 V2 V5 V2 V4 V2 V4 V2 ഇനിയുണ്ട്. V1 V3 കറക്റ്റ്. 10 എണ്ണം ഉണ്ടോ നിങ്ങൾ നോക്കിയേ. V1 V2 V1 V3 V1 V4 V2 V1 V2 എല്ലാം കഴിഞ്ഞു. വേറെ എന്തേലും വരയ്ക്കാനുണ്ടോ ഇനി? K6 വരച്ച്. K6 ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഇതെല്ലാം. 6 വെർട്ടീസസ് ഒരു ലൈനിൽ അല്ലാതെ എവിടെയെങ്കിലും 6 വെർട്ടീസസ് കണക്ട് ചെയ്യും. 1 2 3 4 5 6 6 വെർട്ടീസസ്. V1 V2 V3 V4 V5 V6 6 എണ്ണം. 15 എഡ്ജസ് വരും. 15 എണ്ണം കണക്ട് ചെയ്യും. അരുണ ആൻസർ പറഞ്ഞേ. K6ന്റെ അരുണ. ആ പറ അരുണ. V1 V2 ആ V2 V3 കറക്റ്റ്. V3 V4 ഓക്കെ ഓക്കെ. V4 V5 ആ V5 V6 കറക്റ്റ്. V6 V1. ആ. ആ ഇനി ബാക്കി പറ. V5 V2 ഇനി നമ്മളൊരു ഓർഡറിൽ പോവാ. V1 എങ്ങോട്ടൊക്കെ കണക്ട് ചെയ്യുമെന്ന് നോക്ക്. V1 V2 ഉണ്ട്. പിന്നെ V1
V1 ഇനി V4ലേക്ക് കണക്ട് ചെയ്യാം. V3 ഉണ്ട്, V3 V3ലേക്ക് കണക്ട് ചെയ്യാം. പിന്നെ പിന്നെ V4ലേക്ക് കണക്ട് ചെയ്യാം. കറക്റ്റ്. പിന്നെ V1 പിന്നെ V5ലേക്ക് കണക്ട് ചെയ്യാമല്ലോ. കറക്റ്റ്. ഇനി V2. ഇനി V1ലോട്ടും പോയി, V3ലോട്ടും പോയി. ഇനിയുള്ളത് V5ലേക്ക് കണക്ട് ചെയ്യാം. V5ഉം V4ഉം V4 ഉണ്ട്. V6ഉം V6. പിന്നെ V3 പറ. V3 V5ലേക്ക്. കറക്റ്റ്. പിന്നെ V3 V6ലേക്ക്. കറക്റ്റ്. V4 V6. V6. അത്രേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ. ഇതിനൊക്കെ ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഇതെല്ലാം. ഇവിടെ 15 എഡ്ജസ് ആണ് വരുന്നത്. ക്വസ്റ്റ്യൻ വരുന്ന ഇങ്ങനെയാണ്. ഡെഫിനിഷൻ ഓഫ് കംപ്ലീറ്റ് ഗ്രാഫും ചോദിക്കും, എക്സാമ്പിൾസും ചോദിക്കും. K1, K2, K3, K4, K5, K6 സ്പെസിഫൈ ചെയ്തും ചോദിക്കാറുണ്ട്. നമ്മളോട് അതിൻ്റെ അകത്ത് എക്സാമ്പിൾ എഴുതാനും പറയാറുണ്ട്. അപ്പം ഒന്നുകൂടി പറയാം. കംപ്ലീറ്റ് ഗ്രാഫിന്റെ ഡെഫിനിഷൻ, ഇറ്റ് ഈസ് എ സിമ്പിൾ ഗ്രാഫ്. അങ്ങനെ തന്നെ പറയണം. അത് ഈ ലൂപ്പും പാരലൽ എഡ്ജസും ഇല്ല. ഇറ്റ് ഈസ് എ സിമ്പിൾ ഗ്രാഫ് ഇൻ വിച്ച് ഈച്ച് പെയർ ഓഫ് ഡിസ്റ്റിൻക്ട് വെർട്ടീസസ് ഈസ് ജോയിൻഡ് ബൈ ആൻ എഡ്ജ്. എ കംപ്ലീറ്റ് ഗ്രാഫ് വിത്ത് n വെർട്ടീസസ് ഈസ് ഡിനോട്ടഡ് ബൈ Kn. ഇറ്റ് ഹാസ് NC2 എഡ്ജസ്. NC2 ആണ് ഞാൻ ഇപ്പുറത്തൊന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് n-1/2 എഡ്ജസ് എന്ന് എഴുതിയത്. ഇത്രയാണ് കംപ്ലീറ്റ് ഗ്രാഫ് ചോദിച്ചാൽ പറയേണ്ടത്. ഇപ്പൊ നമ്മൾ പഠിച്ചത് ഗ്രാഫ് എന്താണെന്ന് പഠിച്ചു, പാരലൽ എഡ്ജസ് പഠിച്ചു, ലൂപ്സ് പഠിച്ചു, പിന്നെ സിമ്പിൾ ഗ്രാഫ്, കംപ്ലീറ്റ് ഗ്രാഫ്, ഇത്രയും കേസ് പഠിച്ചു. ഇനി ഇതിനകത്തുള്ളത് ബൈ പാർട്ടൈറ്റ് ഗ്രാഫ്. ബൈ പാർട്ടൈറ്റ് ഗ്രാഫ്. വേറൊരു പേരുണ്ട് ബൈപാർട്ടൈൽ. ബൈപാർട്ടേറ്റ് ഗ്രാഫ് അല്ലെങ്കിൽ ബൈപാർട്ടൈൽ ഗ്രാഫ്. ബൈപാർട്ടേറ്റ് അല്ലെ ബൈപാർട്ടൈൽ ഗ്രാഫ്. പേരിൽ തന്നെയുണ്ട്. ബൈ മീൻസ് 2 എന്നാണ്. പാർട്ടേറ്റ് എന്ന് പറഞ്ഞ പാർട്ടീഷൻ. വെർട്ടെക്സ് സെറ്റിനെ രണ്ടായിട്ട്, ഇപ്പൊ നമ്മൾ ഇവിടെ എല്ലാം ചുമ്മാ പേര് ഓർഡർ അനുസരിച്ചൊക്കെ കൊടുക്കുവാണ്. ഇനി നമ്മള് വെർട്ടെക്സ് സെറ്റിനെ രണ്ടായിട്ട് പാർട്ടീഷൻ ചെയ്യും. ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കാം. ഇപ്പൊ ഈ വരയ്ക്കുന്ന ഗ്രാഫില് ഒരു ഗ്രാഫാണ്. ഇതില് x1, y1, x2, y2, x3, y3, x4. ഇതൊരു ഗ്രാഫാണ് ഞാൻ വരച്ചേക്കുന്ന ഒരു ഗ്രാഫാണിത്. അതില് കുറെ വെർട്ടീസസ് എക്സിനകത്തും ഉണ്ട്, കുറെ വെർട്ടീസസ് വൈക്കകത്തും ഉണ്ട്. അപ്പൊ എക്സിനകത്ത് വന്നിരിക്കുന്ന സെറ്റിനകത്ത് വന്നിരിക്കുന്ന വെർട്ടീസസ് x1, x2, x3, x4, 4 വെർട്ടീസസ് എക്സിനകത്തുണ്ട്. വൈയിലെ വെർട്ടീസസ് എന്ന് പറഞ്ഞാൽ y1, y2, y3. വൈയിലെ വെർട്ടീസസ് y1, y2, y3. എക്സിനകത്ത് 4 വെർട്ടീസസ്, വൈക്കകത്ത് 3 വെർട്ടീസസ്. അപ്പൊ ഇതിൽ നോക്കുമ്പം ഈ തന്നിരിക്കുന്ന വെർട്ടെക്സ് സെറ്റിനെ 2 സെറ്റായിട്ട് മാറ്റി എക്സും വൈയും. അപ്പൊ അത് ഈ എക്സ് യൂണിയൻ വൈ. യൂണിയൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ +1 പഠിക്കുന്നതാണ്. യൂണിയൻ എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ സെറ്റിനകത്ത് വരുന്ന മൊത്തത്തിലെ ചേർത്ത് എഴുതണം. അപ്പൊ x1, x2, x3, x4, y1, y2, y3 ആണ്. ഇത്രയും ചേരുന്നതാണ് അവിടുത്തെ വെർട്ടെക്സ് സെറ്റ്. അപ്പൊ വെർട്ടെക്സ് സെറ്റ് എന്ന് പറഞ്ഞാൽ എക്സും വൈയും കൂടി മൊത്തത്തിൽ ചേരുന്നതാണ് വെർട്ടെക്സ് സെറ്റ്. ഇങ്ങനത്തെ സിമ്പല് ഇന്റർസെക്ഷൻ ആണ്. ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് വരുന്ന, പൊതുവായിട്ട് എക്സിലും വൈയിലും കോമൺ ആയിട്ട് ഒന്നുമില്ല. കോമൺ ആയിട്ട് ഒന്നുമില്ലെങ്കിൽ ആ സെറ്റിന്റെ പേരാണ് നൾ സെറ്റ് അല്ലെ ഫൈ, എംപ്റ്റി സെറ്റ്. പിന്നെ ഒരു പ്രത്യേകതയും കൂടി, ഏത് എഡ്ജ് എടുത്താലും ഒരറ്റ എക്സിലും മറ്റേ അറ്റം വൈയിലായിരിക്കും. അല്ലാതെ ഇതേപോലെ രണ്ടൂടെ ഒരു സെറ്റിനകത്തെ 2 എൻഡിലും നിൽക്കത്തില്ല. ഏത് എഡ്ജ് എടുത്താലും ഒരു എൻഡ് എക്സിലും മറ്റേ എൻഡ് വൈയിലും ആയിരിക്കും.
ഇത്രയും ചേരുന്നതിന്റെ പേരാണ് ബൈപാർട്ടേറ്റ് ഗ്രാഫ്. ഞാൻ ഒന്നുകൂടെ പറയാം. ബൈപാർട്ടേറ്റ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ വെർട്ടെക്സ് സെറ്റ് വി ക്യാൻ ബി പാർട്ടീഷൻഡ് ഇൻടു ടു നോൺ എംപ്റ്റി സബ്സെറ്റ്സ്. നോൺ എംപ്റ്റി ആയിരിക്കണം, എംപ്റ്റി അല്ലാത്തത്, അത് വാല്യൂസ് വേണം. ടു നോൺ എംപ്റ്റി സബ്സെറ്റ്സ് എക്സ് ആൻഡ് വൈ. എക്സ് യൂണിയൻ വൈ ഇസ് ഈക്വൽ ടു വെർട്ടെക്സ് സെറ്റ്, എക്സ് ഇന്റർസെക്ഷൻ വൈ ഇസ് ഈക്വൽ ടു നൾ സെറ്റ്. പിന്നെ ഒരു കാര്യം കൂടി, ഇൻ ഈച്ച് എഡ്ജ് ഓഫ് ജി ഹാസ് one end in x and other end in y. Then the partition V is called a bipartition of G. ഇത്ര എഴുതണം ബൈപാർട്ടേറ്റ് ഗ്രാഫ് ചോദിച്ചാൽ. ഒന്നുകൂടി, വെർട്ടെക്സ് സെറ്റ് V can be partitioned into two non-empty subsets x and y. ഈ ഒരു കണ്ടീഷൻ പ്രത്യേകം എഴുതിയിട്ട് each edge has one end in x and other end in y. Such a partition is called bipartition. ഇത്രയാണ് ബൈപാർട്ടേറ്റ് ഗ്രാഫിന് എഴുതേണ്ടത്. ഇനി ഈ ഗ്രാഫ് തന്നെ നമുക്കൊന്ന് മാറ്റി വരച്ചാൽ വിച്ച് ഈസ് റീഡ്രോണസ്. ഇതൊന്ന് മാറ്റി വരച്ചാൽ, ഇത് ഒരു ഗ്രാഫിനെ പല രീതി വരയ്ക്കാം. എക്സിനകത്ത് ഇപ്പൊ എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം. അതിനെ ഒരുമിച്ച് എഴുതി x1, x2, x3, x4. എക്സിനകത്ത് 4. വൈക്കകത്ത് 3 എണ്ണം, y1, y2, y3. y1, y2, y3. ഇനി ഇവിടെ നോക്കി പറയണം x1 എങ്ങോട്ടൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയണം. x1 അതീ നോക്കി പറഞ്ഞേ, x1 എങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞേ. x1 ഇത് എങ്ങോട്ടൊക്കെ ഈ ലൈൻ കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. x1 y1 y2 y1 y2 കറക്റ്റ്. x1 y1ലോട്ടും x1 y2. x2 y1 y2 y3 correct. y1 y2 x2 y3 very good. y3 x3 y2 y3 x2 y2ലോട്ടും x2 y3. x4 y3 കറക്റ്റ്. അപ്പൊ നമ്മൾ ഈ വരച്ച ഗ്രാഫ് തന്നെ ഒന്ന് മാറ്റി വരച്ചെന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഗ്രാഫ് കൂടെ കാണിക്കാം. ഗ്രാഫ് തിയറിന്ന് കുറേയധികം ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. എന്താണ് തിയറോം ചോദിക്കും. ഇതിനകത്ത് ഇതൊരു ഗ്രാഫാണ്. ഇതിനകത്ത് x1 y1 പിന്നെ ഇത് ഇങ്ങോട്ടൊരു കണക്ഷൻ x2 y2 x3 y3 x4 y4. ഇതൊരു എന്താണ് ബൈപാർട്ടേറ്റ് ഗ്രാഫ് ആണോ നോക്കിയേ. ബൈപാർട്ടേറ്റ് ഗ്രാഫ് ആണോന്ന് ഇത്. വെർട്ടെക്സ് എക്സിനകത്ത് എത്ര എണ്ണം ഉണ്ട്? എക്സിനകത്ത് x1 x2 x3 x4. വൈയിലും അതുപോലെ തന്നെ 4 എണ്ണം, y1 y2 y3 y4 y1 y2 y3 y4. ഇനി നോക്കുമ്പം ഏത് എഡ്ജ് എടുത്താലും ഒരറ്റ എക്സിലും മറ്റേ അറ്റം വൈയിലുമാണ്. അപ്പൊ ഇത് ബൈപാർട്ടേറ്റ് ഗ്രാഫ് തന്നെ. ഇത് തന്നെ ഒന്ന് മാറ്റി വരയ്ക്കുമ്പം എക്സിനകത്ത് 4 എണ്ണം, x1 x2 x3 x4. എക്സിനകത്ത് 4, വൈയിലും 4, y1 y2 y3 y4. വൈയിലും 4 ഉണ്ട്. കണക്ട് ചെയ്ത് പറ. ഇവിടെ നോക്കി പറ. x1 എങ്ങോട്ടൊക്കെ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. x1 y1 y2 y4. കറക്റ്റ്. y4 x1 y2 x1 y1 കറക്റ്റ്. x2 എടാ, അതെ ഇതാ x2. y1 y2
y3 y3 കറക്റ്റ്. ഇനി x3, ഇതേ x3 ഇത് x3 y4 y2 y3 എങ്ങോട്ടൊക്കെയാണ് x3? y2 കൂടി ഉണ്ട്. ഉണ്ടോ? x4 പറ. x4 x4 y3 y4 y1 y4 y1 കറക്റ്റ്. അപ്പൊ ഇതിനകത്ത് ഒരു പേരൂടെ ഉള്ള ഒരു ഗ്രാഫ് ഉണ്ട്, കംപ്ലീറ്റ് ബൈപാർട്ടേറ്റ് ഗ്രാഫ്. കംപ്ലീറ്റ് ബൈപാർട്ടേറ്റ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ അത്രയും കഴിഞ്ഞിട്ട് ബാക്കി ഒരു ലൈനൂടെ ഈ പറഞ്ഞ അത്രയും എന്ന് പറഞ്ഞാൽ വെർട്ടെക്സ് സെറ്റിനെ രണ്ടായിട്ട് പാർട്ടീഷൻ ചെയ്യണം. എക്സ് യൂണിയൻ വൈ വെർട്ടെക്സ് സെറ്റും എക്സ് ഇന്റർസെക്ഷൻ വൈ നൾ സെറ്റും ആണ്. ഏത് എഡ്ജ് എടുത്താലും ഒരറ്റം എക്സിലും മറ്റേ അറ്റം വൈയിലുമാണ്. അത് കൂടാതെ എവരി വെർട്ടെക്സ് ഇൻ എക്സ് ഈസ് ജോയിൻഡ് ടു എവരി വെർട്ടെക്സ് ഇൻ വൈ. എക്സിലുള്ള എല്ലാ വെർട്ടെക്സും വൈയിലുള്ള എല്ലാ വെർട്ടീസസുമായിട്ട് ജോയിൻ ചെയ്യണം. അതാണ് കംപ്ലീറ്റ് ബൈപാർട്ടേറ്റ്. ഒന്നുകൂടി പറയാം. എക്സിനകത്ത് എം വെർട്ടീസസും വൈയില് എൻ വെർട്ടീസസും ആണെങ്കിൽ, എക്സിൽ എം വെർട്ടീസസും വൈയിൽ എൻ വെർട്ടീസസും ആണെങ്കിൽ ഡിനോട്ട് ചെയ്യുന്നത് കെ എം എൻ എന്നാണ്. എക്സിനകത്ത് എം വെർട്ടീസസും വൈയിൽ എൻ വെർട്ടീസസും ആണ് ഡിനോട്ട് ചെയ്യുന്നത് കെ എം എൻ. ഇറ്റ് ഹാസ് എം ഇൻറ്റു എൻ എഡ്ജസ്. എം ഇൻറ്റു എൻ എഡ്ജസ് ആണ്. ഇത്ര എഡ്ജസ് അതിൽ കാണും. എക്സിൽ എം വെർട്ടീസസും വൈയിൽ എൻ വെർട്ടീസസും ആണ് കെ എം എൻ എന്ന് ഡിനോട്ട് ചെയ്യും. മൊത്തം എം ഇൻറ്റു എൻ എഡ്ജസ് ഉണ്ട്. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ K43 എന്ന് പറഞ്ഞാൽ K43 ഇതിൽ നോക്കുക. ഇതിപ്പം കംപ്ലീറ്റ് ബൈപാർട്ടേറ്റ് ആകണമെങ്കിൽ x1 y1 ജോയിൻ ചെയ്തു, y2 ജോയിൻ ചെയ്തു, ഇനി y3യും കൂടി വേണം. x2 y1 ഉണ്ട്, y2 ഉണ്ട്, y3 ഉണ്ട്. x3 y1ഉം വേണം, y2ഉം വേണം. x4 y1ഉം y2ഉം y3യും വേണം. അങ്ങനെ എക്സിലുള്ളതെല്ലാം വൈയിലുള്ള എല്ലാമായിട്ട് ജോയിൻ ചെയ്താൽ അതാണ് കംപ്ലീറ്റ് ബൈപാർട്ടേറ്റ്. K43 എന്ന് പറഞ്ഞാൽ എക്സിനകത്ത് 4, ഇതെണ്ണം 4, വൈയില് 3 എണ്ണം, ഇത് 3 എണ്ണം. ഇങ്ങനെ അങ്ങ് വരച്ചാൽ ഇതാകുമ്പോ എളുപ്പമുണ്ട്. K43 എക്സിലുള്ളതെല്ലാം ഇപ്പൊ x1 x2 x3 x4, വൈയിലുള്ളത് y1 y2 y3. എക്സ് എല്ലാ വൈയുമായിട്ട് ജോയിൻ ചെയ്യണം. x1 x2 x3 x4 ചെയ്തേ. എല്ലാ വൈയുമായിട്ട് ജോയിൻ ചെയ്യും. എക്സിലുള്ളതെല്ലാം എല്ലാ വൈയുമായിട്ട് ജോയിൻ ചെയ്യും. അപ്പൊ x1 y1 x1 y2 x1 y3 x2 y1 x2 y2 x2 y3 x3 y1 x3 y2 x3 y3 x4 y1 x4 y2 x4 y3. അപ്പൊ ഇവിടെ 4 into 3 ഇത് മൊത്തം എണ്ണുമ്പോ 12 എഡ്ജസ് ആണ് വരിക, 12 എഡ്ജസ്. അപ്പൊ നിങ്ങളോട് ക്വസ്റ്റ്യൻ K43യുടെ കൂടെ K4 കൂടെ വരയ്ക്കാൻ പറഞ്ഞാൽ അത് ഇതുമായിട്ട് ഒരു കണക്ഷനും ഇല്ല. നമ്മൾ കുറച്ചുമ്പ് പഠിച്ച് കംപ്ലീറ്റ് ഗ്രാഫാണ് K4. 4 വെർട്ടീസസ് വെച്ചിട്ട് വൈ ഇവിടെ ഇല്ലല്ലോ എന്ന് ഓർക്കരുത്. K4 എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ് ഗ്രാഫാണ്. 4 വെർട്ടീസസ് വരച്ചിട്ട് ഏതൊരു ജോഡി വെർട്ടീസസ് എടുത്താലും കണക്ട് ചെയ്യുന്ന ഒരു എഡ്ജ് വേണം. അപ്പൊ ഇവിടെ K22 വരച്ച് K22 എക്സില് 2 വൈയിലും 2, x1 x2 y1 y2 x1 y1 x1 y2 x2 y1 x2 y2.
ഞാൻ ഈ വരച്ചിരിക്കുന്ന ബോക്സ് K22 ആണോ? ഇത് K22 ആണ്. ഇതിപ്പോ K22 ആണ്. ഇത് K22 ആണോന്ന്? ഇത് ഈ വരച്ചേക്കുന്നത് ഇത് K22 ആണോ നോക്കാൻ എക്സിലുള്ളതെല്ലാം വൈയിലുള്ളതെല്ലാമായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടോ നോക്കിക്കേ. ഇത് എങ്കിലും അതെ അതെ x1 y1 x1 y2 ആയിട്ട് ജോയിൻ ചെയ്തു, x2 y1 x2 y2 ആയിട്ട് ജോയിൻ ചെയ്തു. അപ്പൊ ഇതും K22 തന്നെ. അപ്പൊ പല രീതിയിൽ വരയ്ക്കാം. ഇതാണ് കംപ്ലീറ്റ് ബൈപാർട്ടേറ്റ് ഗ്രാഫ്. പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് പഠിക്കേണ്ടത് വെർട്ടെക്സ് ഡിഗ്രി ആണ്. വെർട്ടെക്സ് ഡിഗ്രി. വെർട്ടെക്സ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ഗ്രാഫ് V1 V2 ഗ്രാഫ് വരയ്ക്കുമ്പോൾ വെർട്ടീസസ് ബോൾഡ് ആയിട്ട് വരയ്ക്കണം. V3 V4 V5 എഡ്ജസ് E1 E2 E3 E4 E5 E6 E7. ഇതിനകത്ത് ഈ ഗ്രാഫിന്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ, ഈ ഗ്രാഫിനകത്തുള്ള ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് എ വെർട്ടെക്സ്, ഇതിനകത്തുള്ള വെർട്ടീസസിന്റെ എല്ലാം കൂടി ഡിഗ്രി ആഡ് ചെയ്യണം. ഇവിടെ ഇപ്പം V1 തൊട്ട് V5 വരെ ഉണ്ട്. അപ്പൊ ഡിഗ്രി ഓഫ് V1 പ്ലസ് ഡിഗ്രി ഓഫ് V2 പ്ലസ് എക്സെട്ര പ്ലസ് ഡിഗ്രി ഓഫ് V5. 5 വെർട്ടീസസിന്റെ ഡിഗ്രിയും കൂടി ആഡ് ചെയ്യണം. ഒരു വെർട്ടെക്സിന്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഇൻസിഡന്റ് ആകുന്ന എഡ്ജസിന്റെ എണ്ണം, ആ വെർട്ടെക്സിലോട്ട് കൂട്ടിമുട്ടുന്ന എഡ്ജസിന്റെ എണ്ണം. ലൂപ്പ് എപ്പോഴും 2 ആയിട്ട് എണ്ണാവുള്ളൂ. അപ്പൊ V1 കൂട്ടിമുട്ടുന്ന എഡ്ജസിന്റെ എണ്ണം E1 ഉണ്ട്, E2 ഉണ്ട്, E6 ഉണ്ട്. 1 2 3. അപ്പൊ V1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 3. അങ്ങനെ ഓരോന്നിന്റെയും പറഞ്ഞ ലൂപ്പ് കൂട്ടിമുട്ടുവാണെ 2 ആയിട്ട് എണ്ണണം. V2 പറഞ്ഞ V2 ഇൻസിഡന്റ് ആകുന്ന എഡ്ജസ് V2 V2 ഇൻസിഡന്റ് ആകുന്നത് E1 E2 E3. അവിടെയും 3. V3 പറ V3 4. E3യും E5 1 വീതം. E4 ലൂപ്പാണ് 2 ആയിട്ട് എണ്ണണം. 2 3 4. അടുത്ത V4 V4 3 V5 1 correct. കൂട്ടി പറഞ്ഞേ 3 3 6 4 10 4 14 14. ഇതാണ് ഈ ഗ്രാഫിന്റെ ടോട്ടൽ ഡിഗ്രി. അപ്പൊ ഒരു ഗ്രാഫിന്റെ ഡിഗ്രി കാണുമ്പം അതിലെ ഓഡ് വെർട്ടീസസും ഈവൻ വെർട്ടീസസും ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഓഡ് വെർട്ടീസസും ഈവൻ വെർട്ടീസസും. ഓഡ് വെർട്ടീസസ് എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഡ് നമ്പർ വരുന്നതല്ല ഓഡ് വെർട്ടീസസ് ആണ്. ഡിഗ്രി ഓഡ് നമ്പർ വരുന്നതല്ല ഓഡ് വെർട്ടീസസ്. ഓഡ് നമ്പർ എണ്ണം ഓഡ് നമ്പർ 1 3 5 അങ്ങനെ വരുന്നതല്ല ഓഡ് വെർട്ടീസസ്. അപ്പൊ V1 1 2 3 ആണ്. അപ്പൊ V1 ഓഡ് വെർട്ടീസസ്. അങ്ങനെ ഏതൊക്കെയാന്ന് പറഞ്ഞേ? ഓഡ് നമ്പർ ഡിഗ്രി ഓഡ് നമ്പർ വരുന്നതല്ല. V1 V2 ഒരു V4 V5 ഈ ഈവൻ ആകെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഏതാ? V3 മാത്രം. V3 മാത്രമേ ഉള്ളൂ ഈവൻ. ബാക്കിയെല്ലാം ഓടായിപ്പോയി. അപ്പൊ ഇതില് ഏതൊരു ഗ്രാഫിന്റെ ടോട്ടൽ ഡിഗ്രി എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു നമ്പർ ഓഫ് എഡ്ജസ് ആണ്. എഡ്ജസിന്റെ എണ്ണത്തെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് ടോട്ടൽ ഡിഗ്രി. എഡ്ജസിന്റെ എണ്ണം ഇവിടെ മൊത്തം 7 എഡ്ജസ് ആണുള്ളത്. 7 എഡ്ജസ്. ആ 7 എഡ്ജസിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ 7 ഇൻറ്റു 2 14. കണ്ടോ? ഏത് ഗ്രാഫ് എടുത്താലും ഒരു ഗ്രാഫിന്റെ
ടോട്ടൽ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാഫിന്റെ ടോട്ടൽ ഡിഗ്രി എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു നമ്പർ ഓഫ് എഡ്ജസ് ആണ്. ഇതാണ് ഫസ്റ്റ് തിയറം ഓഫ് ഗ്രാഫ് തിയറി. ഇൻ എനി ഗ്രാഫ് ജി ടോട്ടൽ ഡിഗ്രി ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജസ്. അതാണ് ഗ്രാഫ് തിയറിയിലെ ഫസ്റ്റ് തിയറം. അതിന് പ്രൂഫ് ഇല്ല, അത്രേ ഉള്ളൂ, സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. പിന്നെ വേറൊരു തിയറം ഉണ്ട്. ഏത് ഗ്രാഫ് എടുത്താലും ഓഡ് വെർട്ടീസസിന്റെ എണ്ണം ഈവൻ നമ്പർ ആയിരിക്കും. ഓഡ് വെർട്ടീസസിന്റെ എണ്ണം ഇവിടെ നോക്കിയേ, 1 2 3 4, ആ എണ്ണം എപ്പോഴും ഈവൻ ആയിരിക്കും. അതും ഒരു തിയറമാണ്. അതൊക്കെ നമ്മൾ പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ അതേ ഒരു ക്വസ്റ്റ്യന്റെ അകത്ത്, ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണിത്. ഇതിനകത്ത് ഇവിടെ ഒരു ലൂപ്പ് എ ബി സി ഡി ഇങ്ങോട്ടും ഡി ഇ, ഇവിടെ ഒരു എഫ്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മള് ഇതിൽ എഴുതിയപ്പം V5ന്റെ ഡിഗ്രി 1 ആണെന്ന് പഠിച്ചു. V5ന്റെ ഡിഗ്രി 1 ആണെങ്കിൽ ഡിഗ്രി 1 വരുന്ന വെർട്ടെക്സിന്റെ പേരാണ് പെൻഡന്റ് വെർട്ടെക്സ്. പെൻഡന്റ് വെർട്ടെക്സ് എന്ന് പറയും. പെൻഡന്റ് വെർട്ടെക്സ് ഡിഗ്രി 1 വരുന്ന വെർട്ടെക്സ് ആണ് പെൻഡന്റ് വെർട്ടെക്സ്. ഈ ക്വസ്റ്റ്യന്റെ അകത്തുനിന്ന് ഈ ടോട്ടൽ ഡിഗ്രിയും ഈവൻ വെർട്ടീസസ് ഓഡ് വെർട്ടീസസും എഴുത് ഈ ഗ്രാഫിൽ നിന്ന്. ഇതിൽ നിന്ന് ഓഡ് വെർട്ടീസസും ഈവൻ വെർട്ടീസസും ടോട്ടൽ ഡിഗ്രി എഴുതണം. ഇതിനകത്ത് തന്നെ ഉള്ളതാ എഫ്. ഡിഗ്രി ഓഫ് വി is equal to ഡിഗ്രി ഓഫ് എ പ്ലസ് ഡിഗ്രി ഓഫ് ബി, അങ്ങനെ ഡിഗ്രി ഓഫ് എഫ് വരെ. എഫ് വരെ ഉണ്ട് നോക്കുക. എയുടെ ഡിഗ്രി പറഞ്ഞേ, എയുടെ ഡിഗ്രി 4 പ്ലസ് 2 5. ഓക്കെ, സി 2 5 3 0 16. അപ്പൊ എഡ്ജ് എട്ടാണോ നോക്കിയേ. എഡ്ജ് എണ്ണുമ്പോ ലൂപ്പിന് ഒന്നായിട്ട് എണ്ണാവുള്ളൂ. 1 2 3 4 5 6 7 8 കണ്ടോ. അപ്പൊ 2 ഇൻറ്റു നമ്പർ ഓഫ് എഡ്ജസ്, 2 ഇൻറ്റു നമ്പർ ഓഫ് എഡ്ജസ്, 8 ഇൻറ്റു 2 16 കണ്ടോ. അങ്ങനെയാണ് വരിക. ഓഡ് വെർട്ടീസസ് ആകെ 2 എണ്ണം. 0 ഓഡിനകത്തും ഈവന്റെ അകത്തും വരുന്നതല്ല. ഓഡ് വെർട്ടീസസ് ആകെ 2 എണ്ണം, 3 5, ഈവൻ വെർട്ടീസസ് 3 എണ്ണം. അപ്പൊ ഓഡ് വെർട്ടീസസിന്റെ എണ്ണം 2 എണ്ണമാണ്. അപ്പൊ അതൊരു ഈവൻ ആണ്. ഇൻ എനി ഗ്രാഫ് ജി ദർ ഈസ് ആൻ ഈവൻ നമ്പർ ഓഫ് ഓഡ് വെർട്ടീസസ്. അങ്ങനെയാണ് അതിന്റെ അതൊരു പ്രൂഫാണ്. അത് നമ്മളിനി സമയം ഉണ്ടെങ്കിൽ ഞാൻ പഠിപ്പിക്കും. പിന്നെ ഇതിനകത്ത് പഠിക്കുന്നത് വോക്ക് അതെല്ലാം അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. വേറൊരു സെക്ഷൻ പഠിപ്പിക്കാം. ഇന്ന് ഇത്രയും പഠിച്ചതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടേ പറഞ്ഞു. ഇത്രയും ചെയ്തതി എന്ത് സംശയം എന്നോട് ചോദിക്കാം. അങ്ങനെയാണ് അടുത്തതിലോട്ട് പോണോ അതോ ഇതിന്റെ അകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ചോദിക്ക്.
കഴിഞ്ഞ ക്ലാസ്സിലെ കുട്ടികൾ ആരും ഇല്ലേ? പറയ്. ആൻസർ പറഞ്ഞുകൊണ്ടിരുന്നവർക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല മിസ്. ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെറ്റിന്റെ ഒരു ബേസിക് ഐഡിയ ഒക്കെ പറഞ്ഞു. അപ്പൊ അതില് പവർ സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും പവർ സെറ്റ് ചോദിച്ചിട്ടുണ്ട്. പവർ സെറ്റ് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ഓൾ സബ്സെറ്റ്സ് ആണ്. സബ്സെറ്റിന്റെ എല്ലാം കൂടി കളക്ഷൻ ആണ് പവർ സെറ്റ്. കളക്ഷൻ ഓഫ് ഓൾ സബ്സെറ്റ്സ്. അപ്പൊ സബ്സെറ്റ് എന്ന് പറയുമ്പം ഇപ്പൊ ഇതിനകത്ത് സെറ്റ് 1, 2, 3 ഒരു സെറ്റാണ്. ഒരു സെറ്റ്. ഇതിന്റെ സബ്സെറ്റ് എല്ലാം കൂടി പറഞ്ഞാൽ സെറ്റ് 1 ഒരു സബ്സെറ്റ് ആണ്, സെറ്റ് 2 ഒരു സബ്സെറ്റ് ആണ്, സെറ്റ് 3 ഒരു സബ്സെറ്റ് ആണ്. 3 എണ്ണം ഓരോന്ന് വീതം, പിന്നെ 2 എണ്ണം വീതം. സെറ്റ് 1, 2 ഒരു സബ്സെറ്റ് ആണ്, സെറ്റ് 1, 3 ഒരു സബ്സെറ്റ് ആണ്. സെറ്റ് എഴുതുമ്പം 1, 2 എഴുതിയാൽ പിന്നെ 2, 1 പാടില്ല. സെറ്റ് പഠിച്ചു, വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് എന്നാണ് പഠിച്ചത്. അപ്പൊ 1, 2 എഴുതിയാൽ പിന്നെ 2, 1 പാടില്ല. 1, 3 പിന്നെ സെറ്റ് 2, 3 2 എണ്ണം വീതം, പിന്നെ 3 എണ്ണം അതുപോലെ തന്നെ 1, 2, 3. അതിന്റെ കൂടെ നൾ സെറ്റ് കൂടെ എഴുതണം. നൾ സെറ്റ് അല്ലെ എം ടി സെറ്റ്. എം ടി സെറ്റ് ഇങ്ങനെയും കൊടുക്കാം. ഇത് എഴുതുമ്പോ ഇങ്ങനെ എഴുതിയാൽ അത് സബ്സെറ്റ് ആണ്. സബ്സെറ്റ്. സബ്സെറ്റ് എഴുതാൻ പറഞ്ഞാൽ ഇത്ര എഴുതിയാൽ മതി. ഇതിനെ വലിയൊരു സെറ്റിനകത്ത് എഴുതുന്നതാണ് പവർ സെറ്റ്. ഇതാണ് പവർ സെറ്റ്. ഈ സെറ്റാണ് പവർ സെറ്റ്. അപ്പൊ നോക്കുക, ഒരു സെറ്റിനകത്ത് n എലമെന്റ്സ് ആണുള്ളതെങ്കിൽ, n എലമെന്റ്സ് ആണെങ്കിൽ പവർ സെറ്റിനകത്ത് 2n എലമെന്റ്സ് ആണുള്ളത്. ഒരു സെറ്റിനകത്ത് n എലമെന്റ്സ് ആണെങ്കിൽ പവർ സെറ്റിനകത്ത് 2n എലമെന്റ്സ് ആണുള്ളത്. അപ്പൊ ഈ സെറ്റിനകത്ത് 3 എലമെന്റ്സ് ആണെങ്കിൽ പവർ സെറ്റിനകത്ത് 2^3 8 എണ്ണമാണ് വരിക. 1, 2, 3, 4, 5, 6, 7, 8. കഴിഞ്ഞ പ്രാവശ്യത്തെ നിങ്ങളുടെ ക്വസ്റ്റ്യന്റെ ഇങ്ങനെയാണ്. സെറ്റ് 0, 1, 3, 5 പവർ സെറ്റിനകത്ത് എത്ര എണ്ണം വരുമെന്ന് പറഞ്ഞു. ഇപ്പൊ ചെയ്യണ്ട. പവർ സെറ്റിനകത്ത് ബേസ് 2 ആണ്, എലമെന്റ്സിന്റെ എണ്ണമാണ് n. പവർ സെറ്റിന്റെ അകത്ത് എണ്ണം പറ. 16. കറക്റ്റ്. സെറ്റ് 0, സെറ്റ് 1, സെറ്റ് 3, സെറ്റ് 5 2 എണ്ണം വീതം. സെറ്റ് 0, 1, സെറ്റ് 0, 3, സെറ്റ് 0, 5, 1, 3, 1, 5 അങ്ങനെ എല്ലാം 2 വീതം, പിന്നെ 3 വീതം, പിന്നെ 4ന്റെ ഒരു സെറ്റ്, പിന്നെ നൾ സെറ്റ്. ഇതാണ് പവർ സെറ്റ്. ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോഴാണ് ഇതിനകത്ത് ഇപ്പം A is equal to സെറ്റ് 1, 2, 3, B is equal to സെറ്റ് 4, 5. A ക്രോസ് B കാണാനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇതിന്റെ പേര് ക്രോസ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്നാണ്. A ക്രോസ് B എന്ന് പറഞ്ഞാൽ എയിൽ നിന്നും ബിയിലോട്ട് പോകുന്ന ഓർഡേർഡ് പെയറിന്റെ കളക്ഷൻ. എയിൽ നിന്നും ബിയിലോട്ട് 1, 4, 1, 5, 2, 4, 2, 5, 3, 4, 3, 5, 3, 4, 3, 5, 3, 4, 3, 5. ഇതാണ് എ ക്രോസ് ബി. എ ക്രോസ് ബി. ബി ക്രോസ് എ എന്ന് പറഞ്ഞാൽ ബിയിൽ നിന്ന് എയിലോട്ട്, ബിയിൽ നിന്നും എയിലോട്ട്. പറഞ്ഞേ, ബിയിൽ നിന്ന് എയിലോട്ട് ഓർഡേർഡ് പെയർ. ബിയിൽ നിന്ന് എയിലോട്ട് 4, 1. ആ. 5, 1. 4 വെച്ച് പറയടാ. 4, 2. 4, 2, 4, 3. ആ, പിന്നെ 5, 1. ആ. 5, 2. ആ. 5, 3. 5, 3. അന്നേരമാണ് ക്വസ്റ്റ്യൻ വേറൊരു ക്വസ്റ്റ്യൻ വരുന്നത്. ഈസ് എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു ബി ക്രോസ് എ. ഇതൊരു ക്വസ്റ്റ്യനാ. എ ക്രോസ് ബിയും ബി ക്രോസ് എയും ഈക്വൽ ആണോ എന്ന് ക്വസ്റ്റ്യൻ വരും. ആൻസർ പറയാവോ? എ ക്രോസ് ബിയും ബി ക്രോസ് എ ഈക്വൽ ആണോ എന്ന്. ഈക്വൽ ആണോ എന്ന് നോക്കിയേ. എ ക്രോസ് ബിയിലെ വാല്യൂസ് തന്നെയാണോ ബി ക്രോസ് എയിലെന്ന് നോക്കുമ്പം നമ്മൾ അറിയേണ്ട കാര്യം, സെറ്റിനകത്ത് 1, 2 എന്ന് പറഞ്ഞാലും
2 1 എന്ന് പറഞ്ഞാലും സെയിം ആ, കാരണം സെറ്റ് ആണത്. സെറ്റ് എന്ന് പറയുമ്പോൾ സെറ്റിനകത്ത് 1 2 2 1 ഒന്ന് തന്നെയാണ്. അപ്പൊ അതിലെ സെറ്റ് എന്ന് പറഞ്ഞാൽ കളക്ഷൻ എന്നാണ്. രണ്ടുപേര് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും പറഞ്ഞാൽ ആ ഗ്രൂപ്പിൽ സെയിം മെമ്പേഴ്സേ ഉള്ളൂ. പക്ഷെ ഇതിൽ നമ്മൾ എഴുതുന്നത് ഓർഡേർഡ് പെയർ ആയിട്ടാണ്. ഓർഡേർഡ് പെയർ 1 4 1 5 ഇങ്ങനെ ഓർഡേർഡ് പെയർ ആയിട്ടാണ് എഴുതുന്നത്. ഓർഡേർഡ് പെയർ എഴുതുമ്പം ഇതിനകത്ത് നോക്കുക 1 4 എന്ന് ഓർഡേർഡ് പെയർ എഴുതുമ്പോ ഇത് എക്സ് എക്സ് ഡാഷ് വൈ വൈ ഡാഷ് 1 4 എന്ന് പറയുമ്പോ ഇത് 0 എക്സ് 1 വൈ 4 എക്സ് 1 ഉം വൈ 4 ഉം ഇതാണ് 1 4 1 4 4 1 എന്ന് പറയുമ്പോ എക്സ് 4 ഉം വൈ 1 ഉം 4 1. ഇത് രണ്ടും രണ്ട് ഡിസ്റ്റിന്റ് പോയിന്റ് ആണ്. രണ്ടും രണ്ട് വ്യത്യാസമുള്ള പോയിന്റ്സ് ആയതുകൊണ്ട് എ ക്രോസ് ബിയും ബി ക്രോസ് എയും ഒരിക്കലും ഈക്വൽ ആകത്തില്ല. എ ക്രോസ് ബിയും ബി ക്രോസ് എയും ഈക്വൽ ആകത്തില്ല. കാരണം 1 4 തിരിഞ്ഞു വരുന്നതാണ് 4 1, 1 5 തിരിഞ്ഞു വരുന്നതാണ് 5 1. അപ്പൊ ഓർഡേർഡ് പെയർ എടുക്കുമ്പോ ഇത് ഈക്വൽ ആണോ എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ എഴുതും എ ക്രോസ് ബി നോട്ട് ഈസ് ഈക്വൽ ടു ബി ക്രോസ് എ. ക്രോസ് ഈ നോട്ട് നെഗറ്റീവ് ചേർത്ത് നോട്ട് ചേർത്ത് എന്തേലും വന്നാൽ അതിന്റെ റീസൺ എഴുതണം. സിൻസ് ഏതേലും ഒരു പെയർ 1 4 നോട്ട് ഈസ് ഈക്വൽ ടു 4 1, 1 4 ഉം 4 1 ഉം ഈക്വൽ അല്ല, അല്ലെ 1 5 നോട്ട് ഈസ് ഈക്വൽ ടു 5 1, അങ്ങനെ എഴുതണം. ഇങ്ങനെ എഴുതുമ്പോ ഇതിനകത്ത് ഇപ്പൊ എ ക്രോസ് ബി എഴുതി അല്ലെ അങ്ങനത്തെ വാല്യൂസ് എഴുതിയപ്പം ഇതിന്റെ സബ്സെറ്റ് ആയിട്ട് വരുന്ന ഇപ്പൊ എ ക്രോസ് ബിയുടെ അല്ലെ ബി ക്രോസ് എയുടെ സബ്സെറ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ പാർട്ടായിട്ട് വരുന്നത് 1 4 2 4 അല്ലെ 2 5 ഒരു സബ്സെറ്റ് ആണ്. സബ്സെറ്റ് ആയിട്ട് വരുന്നതിന്റെ പേരാണ് റിലേഷൻ. റിലേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വൽ മീനിങ് ഒന്നുമില്ല. റിലേഷൻ എന്ന് പറഞ്ഞാൽ ഈ ക്രോസ് പ്രൊഡക്റ്റിന്റെ സബ്സെറ്റ് ആയിട്ട് വരുന്നതിന്റെ പേരാണ് റിലേഷൻ. ഈ തുറന്നു വരുന്നിടം വലുതെന്നാണ് അർത്ഥം. തുറന്നു വരുന്നിടം വലുത്. ക്രോസ് പ്രോഡക്റ്റിന്റെ പാർട്ടായിട്ട് വരുന്ന സബ്സെറ്റ് ആണ് റിലേഷൻ. അപ്പൊ ഒരു റിലേഷൻ ഫങ്ഷൻ ആകണമെങ്കിൽ ഇപ്പൊ അത് നമ്മൾ ഇങ്ങനെ എഴുതുമ്പം ഇങ്ങനെയാ പറയുന്നത്. ഈ എക്സ് വൈ എഴുതുമ്പം എക്സ് എല്ലാം കൂടി ചേരുന്നത് ഡൊമൈൻ, വൈ എല്ലാം കൂടി ചേരുന്നത് റേഞ്ച്. ഇവിടെ സെറ്റ് എഴുതുമ്പോൾ ഒരു പ്രാവശ്യം മതി. എക്സ് വൈ ക്രോസ് ബി മാത്രമേ നോക്കാവുള്ളൂ. എക്സ് വൈ എഴുതുമ്പം എക്സിന്റെ കളക്ഷൻ ഏതൊക്കെയാന്ന് പറഞ്ഞാൽ എക്സിനകത്ത് വരുന്നത് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു പ്രാവശ്യമേ പറയാവുള്ളൂ. ഇതിൽ വരുന്നത് എക്സിന്റെ വാല്യൂ എക്സ് വൈ പറയടാ പറ. 1 2 3. കറക്റ്റ്, അതാണ് ഡൊമൈൻ. വൈ എല്ലാം കൂടി ചേരുന്നത് റേഞ്ച്. വൈ പറ, വൈയുടെ വാല്യൂ 5 4. 4 5. അപ്പൊ അത് റേഞ്ചുമാണ്. എക്സ് എല്ലാം കൂടി ചേരുന്നത് ഡൊമൈൻ, വൈ എല്ലാം കൂടി ചേരുന്നത് റേഞ്ച്. നമ്മൾ ഒരു റിലേഷൻ എഴുതുമ്പോൾ ഒരു മീനിങ്ങും ഇല്ല. അതൊരു ഫങ്ഷൻ ആകണമെങ്കിൽ ഒരു റിലേഷൻ ഫങ്ഷൻ ആകണമെങ്കിൽ റിലേഷനും ഫങ്ഷനും ഡിനോട്ട് ചെയ്യുന്ന ഡയഗ്രമാണ് ആരോ ഡയഗ്രം. ഞാനൊരു 3-4 ആരോ ഡയഗ്രം വരയ്ക്കാം. ഇതെല്ലാം റിലേഷൻ ആണ്. 1 2 3 4 5 6 1 2 4 2 2 6 ആരോ മാർക്ക് കൊടുത്ത് വരയ്ക്കുന്നതുകൊണ്ടാണ് അതിനെ ആരോ ഡയഗ്രം എന്ന് പറയുന്നത്. 1 2 3 4 5 6 1 2 4 2 2 4 3 2 5 4 2 6 A to B. 1 2 ഈ ഓൺലൈൻ ക്ലാസ്സുകൾക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഇതിൽ കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ഡൗട്ട്സ് ഉണ്ട് എന്നോട് ചോദിക്കണം. മാത്തമാറ്റിക്സ് പ്രത്യേകിച്ച് A to B. ഇത്രയും മതിയെ നോക്കാം. 1 2
3 4 5 5 റിലേഷൻ ഞാൻ എഴുതിയിട്ടുണ്ട്. ആരോ ഡയഗ്രത്തിലാണ് ഈ റിലേഷൻ 1 4 2 6 3 5 ആണ്. ഒരു റിലേഷൻ എയിൽ നിന്ന് ബിയിലോട്ടുള്ള മാപ്പിങ്ങിൽ ഫംഗ്ഷൻ ആകണമെങ്കിൽ, എ ടു ബി മാപ്പിങ്ങിൽ ഫംഗ്ഷൻ ആകണമെങ്കിൽ, എ ടു ബിയിൽ ഫംഗ്ഷൻ ആകണമെങ്കിൽ ഇത് പേരിങ്ങനെയാണ്. ഇപ്പം 1ന്റെ ഇമേജ് 4, 4ന്റെ പ്രീ ഇമേജ് 1, 2ന്റെ ഇമേജ് 6, 6ന്റെ പ്രീ ഇമേജ് 2, 3യുടെ ഇമേജ് 5, 5ന്റെ പ്രീ ഇമേജ് 3. ഇങ്ങനെയാണ് പറയുന്നത്. 1ന്റെ ഇമേജ് 4, 2ന്റെ ഇമേജ് 4, 4ന് 2 സെയിം പ്രീ ഇമേജസ് ഉണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഇങ്ങോട്ട് പോകുന്നത് ഇമേജ്, തിരിച്ചു വരുന്നത് പ്രീ ഇമേജ്. കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ. ഒരു റിലേഷൻ ഫംഗ്ഷൻ ആകണമെങ്കിൽ എയിലുള്ള എല്ലാ എലമെന്റ്സിനും ഇമേജ് വേണം. എയിലുള്ള എല്ലാ എലമെന്റ്സിനും ഇമേജ് വേണം. എയിലുള്ള എല്ലാത്തിനും ഇമേജ് വേണം. ഒന്നാമത്തേത് നോക്കുമ്പം എയിലുള്ള എല്ലാത്തിനും ഇമേജ് ഉണ്ടോ നോക്കണം. 1നും 2നും 3ക്കും ഇമേജ് ഉണ്ട്, 4 5 6. രണ്ടാമത്തെ കണ്ടീഷൻ സെയിം ഒന്നിലധികം എലമെന്റ്സിന് സെയിം പ്രീ ഇമേജ് വരരുത്. എയിലുള്ള എല്ലാത്തിനും ഇമേജ് വേണം 1, ഒന്നിലധികം എലമെന്റ്സിന് സെയിം പ്രീ ഇമേജ് വരരുത്. ഈ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന റിലേഷന്റെ പേരാണ് ഫംഗ്ഷൻ. ഇതിലെ ഫംഗ്ഷൻ ഏതൊക്കെ? 1 ഫംഗ്ഷൻ ആണോ? 1 അതെ. അതെ. എയിലുള്ള എല്ലാത്തിനും ഇമേജ് ഉണ്ട്, പ്രീ ഇമേജസ് എല്ലാം ഡിസ്റ്റിന്റ് ആണ്, വ്യത്യാസം. ഇത് ഫംഗ്ഷനാ. 2 ഫംഗ്ഷൻ ആണോ? അല്ല. റീസൺ പറഞ്ഞേ. 4ന്റെ 2 പ്രീ ഇമേജ് ഉണ്ട്. എയിലുള്ള 1 2 3 4 ഇമേജ് ഉണ്ട്. ഓക്കെ, സെയിം പ്രീ ഇമേജസ് ആണോ നോക്കണം. സെയിം. 4ന്റെ പ്രീ ഇമേജ് 1, 4ന്റെ പ്രീ ഇമേജ് 2. അപ്പൊ സെയിം അല്ല, ഡിസ്റ്റിന്റ് ആണ്. അത് പ്രോബ്ലം ഇല്ല. അപ്പൊ അത് ഡിസ്റ്റിന്റ് ആയതുകൊണ്ട് അത് ഫംഗ്ഷൻ ആണ്. 3 നോക്കിക്കേ, 4നും 5നും സെയിം ആണ് പ്രീ ഇമേജ് 1, അതുകൊണ്ട് അത് ഫംഗ്ഷൻ അല്ല. കണ്ടോ 2 3 തമ്മിലുള്ള വ്യത്യാസം? ഇങ്ങോട്ട് നോക്കിയപ്പോ 4ന്റെ പ്രീ ഇമേജസ് 1ഉം 2ഉം സെയിം അല്ല, ഡിസ്റ്റിന്റ് ആണ്, അതുകൊണ്ട് അത് ഫംഗ്ഷൻ ആണ്. ഇവിടെ നോക്കിയപ്പം എയ്ക്കുള്ള എല്ലാത്തിനും ഇമേജ് ഉണ്ട്, അത് ഓക്കെ. 4നും 5നും സെയിം പ്രീ ഇമേജ് ആണ് വന്നത്, കണ്ടോ? അതുകൊണ്ടാണ് ഇത് ഫംഗ്ഷൻ അല്ലാത്തത്. ക്ലിയർ ആയോ? 2 3 തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായോ നോക്കുക. ഇതിന് സെയിം അല്ല, ഡിസ്റ്റിന്റ് ആയതുകൊണ്ട് അത് ഫംഗ്ഷൻ ആണ്. ഇത് 2 സെയിം ആയതുകൊണ്ട് അത് ഫംഗ്ഷൻ അല്ല. 4 ഫംഗ്ഷൻ ആണോ? 4 അല്ല. 7 ഇമേജ് ഇല്ല. 5 ഫംഗ്ഷൻ ആണ്. ഇമേജ് മതി. ഇവിടെ കണക്ഷൻ ഉണ്ടോ ഇല്ലയോ നോക്കണ്ട, അപ്പൊ അത് ഫംഗ്ഷൻ ആണ്. അങ്ങനെ നോക്കുമ്പം നമ്മൾ ഈ ചെയ്തത് റോസ്റ്റർ ഫോം ആണ്. സെറ്റ് ബിൽഡറിലും ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ ഇതിനകത്ത് നോക്കുമ്പം ഓരോ എലമെന്റ്സിനും കറസ്പോണ്ടിങ് ഓരോ ഇമേജേ ഉള്ളൂ. ഓരോന്നിനും കറസ്പോണ്ടിങ് 1, 1 to 4, 2 to 6, 3 to 5, ഒന്നിനൊന്ന്. അതിന്റെ പേരാണ് 1 1 ഫംഗ്ഷൻ. 1 1 ഒന്നിനൊന്ന്. വേറെ പേര് ഇൻജക്റ്റീവ്, ഇൻജക്റ്റീവ് ഫംഗ്ഷൻ. 1 1 അല്ലെങ്കിൽ ഇൻജക്റ്റീവ്. 2 നോക്കിയപ്പം ഓരോന്നിനും ഓരോ ഇമേജ് അല്ല, പല എലമെന്റ്സിന് സെയിം. 1നും 2നും സെയിം ആണ് 4. പലതിനൊന്ന്, പേര് മെനി വൺ ഫംഗ്ഷൻ. മെനി വൺ, പലതിനൊന്നാണെങ്കിൽ അതാണ് മെനി വൺ ഫംഗ്ഷൻ. മെനി വൺ. ഇവിടെ നോക്ക, 5ാമത്തെ നോക്കിയപ്പോഴും ഓരോന്നിന് കറസ്പോണ്ടിങ് ഓരോന്ന്, അപ്പൊ അതാണ് 1 1 ഫംഗ്ഷൻ അല്ലെ ഇൻജക്റ്റീവ്. പിന്നെ നോക്കുമ്പം ഓൺ ടു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഓൺ ടു ഫംഗ്ഷന്റെ വേറൊരു പേര് സർജക്റ്റീവ്. സർജക്റ്റീവ്, സർജക്റ്റീവ്. ഓൺ ടുവിന്റെ വേറൊരു പേരാണ് സർജക്റ്റീവ് ഫംഗ്ഷൻ. സർജക്റ്റീവ്. സർജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇവിടെ
ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നാമത്തെ നോക്കിയ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ 1 2 3. റേഞ്ച് എന്ന് പറഞ്ഞാൽ 4 5 6. ഏത് സെറ്റിലോട്ടാണോ എൻഡ് ചെയ്യുന്നത് ആ സെറ്റിന്റെ പേരാണ് കോഡൊമൈൻ. ഈ A to C ആണെങ്കിൽ C ആണ് കോഡൊമൈൻ. എങ്ങോട്ടാണോ എത്തിച്ചേരുന്നത് അതിന്റെ പേരാണ് കോഡൊമൈൻ. അപ്പൊ ഇവിടുത്തെ കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ 4 5 6 ഇതാണ് കോഡൊമൈൻ. കോഡൊമൈന്റെ സെറ്റാണ് 4 5 6. അപ്പം ഓൺ ടു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ റേഞ്ചും കോഡൊമൈനും ഈക്വൽ ആയിരിക്കും. റേഞ്ച് ഈസ് ഈക്വൽ ടു കോഡൊമൈൻ. റേഞ്ചും കോഡൊമൈനും ഈക്വൽ ആയിട്ടുള്ളതിന്റെ പേരാണ് ഓൺ ടു അല്ലെങ്കിൽ സർജക്റ്റീവ്. ഇത് ഓൺ ടു ആണോ? ഒന്നാമത്തെ ഓൺ ടു ആണോ? റേഞ്ച് പറഞ്ഞ അവിടെ റേഞ്ച് Four, five, six. കോഡൊമൈൻ എൻഡ് ചെയ്യുന്ന സെറ്റ് ഫുള്ള്. അപ്പൊ ബി ഫുൾ എടുത്താലും 4 5 6 ആണ്. അപ്പൊ അവിടെ റേഞ്ചും കോഡൊമൈനും ഈക്വൽ ആണ്. അപ്പൊ അത് ഓൺ ടു ഫംഗ്ഷനൂടെയാണ്. ഓൺ ടു ഫംഗ്ഷൻ ഓൺ ടു. ഇത് ഓൺ ടു ആണോ? അഞ്ചാമത്തെ ഓൺ ടു അല്ലാത്ത എന്തുകൊണ്ട്? 7. കോഡൊമൈൻ അകത്തുണ്ട്, റേഞ്ച് എടുക്കുമ്പോ ഇല്ല. അപ്പൊ റേഞ്ച് നോട്ട് ഈസ് ഈക്വൽ ടു കോഡൊമൈൻ. അതുകൊണ്ട് അത് ഓൺ ടു അല്ല. അപ്പൊ അത് ഓൺ ടു അല്ല. 1 1 ആണ് ഓൺ ടു അല്ല. അപ്പൊ നോക്കുക, ഒരു ഫംഗ്ഷൻ 1 1 ആണ്. 1 1 അല്ലെ ഇൻജക്റ്റീവ്, ഓൺ ടു അല്ലെ സർജക്റ്റീവ്. ഇത് രണ്ടും കൂടി ചേരുന്നതിന്റെ പേരാണ് ബൈജക്റ്റീവ്. 1 1 ആണ് ഓൺ ടു ആണെങ്കിൽ അതിന്റെ പേരാണ് ബൈജക്റ്റീവ്. വേറൊരു പേര് ഇൻവേർട്ടബിൾ. ഇൻവേർട്ടബിൾ എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ് ഉണ്ടെന്നാണ് അർത്ഥം. ഇൻവേഴ്സ് ഉള്ളത് ഇൻവേർട്ടബിൾ അല്ലെങ്കിൽ ഇത് മൂന്നും ഒന്ന് തന്നെയാണ്. ഷോ ദാറ്റ് ഇറ്റ് ഈസ് ബൈജക്റ്റീവ് എന്ന് പറഞ്ഞാൽ 1 1 ആണെന്നും ഓൺ ടു ആണെന്നും കാണിക്കണം. എങ്കിൽ മാത്രമേ അത് ബൈജക്റ്റീവ് ആകത്തുള്ളൂ. ബൈജക്റ്റീവിന്റെ വേറൊരു പേരാണ് ഇൻവേർട്ടബിൾ. ഇൻവേർട്ടബിൾ എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ് ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഒന്നിന് മാത്രമേ ഇൻവേഴ്സ് ഉള്ളൂ. രണ്ടിന് ഇൻവേഴ്സ് ഇല്ലാത്തത് മെനി വൺ ആണ്. അത് ഓൺ ടു ആണ്, പക്ഷെ മെനി വൺ ആണ്. 5ന് ഇൻവേഴ്സ് ഇല്ലാത്തത് 1 1 ആണ്, പക്ഷെ അത് ഓൺ ടു അല്ല. ഒന്നിന് മാത്രമേ അവിടെ ഇൻവേഴ്സ് ഉള്ളൂ. അപ്പൊ ഇതൊരു ഫംഗ്ഷൻ ആണ്. എയിൽ നിന്ന് ബിയിലോട്ടുള്ള ഫംഗ്ഷൻ ആണ്. അപ്പൊ അതിന്റെ ഇൻവേഴ്സ് കാണാൻ എഫ് ഇൻവേഴ്സ് ഫ്രം ബി ടു എ, ബിയിൽ നിന്ന് എയിലോട്ടുള്ള മാപ്പിംഗ്. ബി തിരിച്ചെഴുതണം 4 5 6. എ 1 2 3. 1 to 4 തിരിച്ചെഴുതുമ്പം 4 to 1. 2 to 6 തിരിച്ചെഴുതുമ്പോ 6 to 2. 3 to 5 തിരിച്ചെഴുതുമ്പോ 5 to 3. ഇതാണ് ഇൻവേഴ്സ്. കണ്ടോ? ഇതാണ് റോസ്റ്റർ ഫോമിന്റെ ഇൻവേഴ്സ്. ക്വസ്റ്റിനകത്ത് വരുന്നത്, ക്വസ്റ്റ്യൻ ഞാൻ ഒരെണ്ണം പറയാം. എഫ് ഫ്രം ഈ കുത്തിന്റെ പേര് സച്ച് ദാറ്റ് അല്ലെ ഫ്രം 1 2 3 4 to set 10 with f is equal to set 1 10 2 10 3 10 4 10. ഇൻവേഴ്സ് ഉണ്ടോന്ന് ചെക്ക് ചെയ്യ്. ആരോ ഡയഗ്രാം വരയ്ക്കുക ആദ്യം ഇത് വെച്ച്, എന്നിട്ട് ഇൻവേഴ്സ് ഉണ്ടോന്ന് നോക്കൂ. വരുന്നേ നിങ്ങൾ അത് ചെയ്തേ. ആരോ ഡയഗ്രാം വരച്ചിട്ട് ഇൻവേഴ്സ് ഉണ്ടോന്ന് കാണും. ഇൻവേഴ്സ് ഉണ്ടോ നോക്കിയോ? ഇൻവേഴ്സ് ഉണ്ടോ ഇതിന്? ആരോ ഡയഗ്രാം വരച്ചു നോക്ക്, അപ്പൊ അറിയാം. 1 2 3 4
ഇവിടെ 10 ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. 1 to 10, 2 to 10, 3 to 10, 4 to 10. 1 1 ആണോ? 1 1 ഒന്നിനൊന്നാണോ? Meet you one, miss. മെനി വൺ അടാ, മെനി വൺ കറക്റ്റ്. 1 1 to 2 പലതിനൊന്ന്, അപ്പൊ അത് 1 1 അല്ല, മെനി വൺ. ഓൺ ടു ആണോ? On to on. കറക്റ്റ് ഓൺ ടു ആണ്. റേഞ്ച് എടുക്കുമ്പം 10 ആണ്, ബിയിലെ സെറ്റും 10 മാത്രമാണ്. അപ്പൊ റേഞ്ചും കോഡൊമൈനും ഈക്വൽ ആണ്. പക്ഷെ അത് ഓൺ ടു ആണ്, 1 1 അല്ലാത്തോണ്ട് ഇവിടെ ഇൻവേഴ്സ് ഇല്ല. ഇൻവേഴ്സ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് എഴുതണം. ഇതിന് ഇൻവേഴ്സ് ഉണ്ടോന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇൻവേഴ്സ് ഇല്ല, ഇൻവേഴ്സ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് എഴുതണം. റീസൺ 1 1 അല്ല. അതിന്റെ കൂടെ തന്നെ വേറെ ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടായിരുന്നു. 2 3 4 5 2 7 9 11 13 with h is equal to set 2 7 3 9 4 11 5 13. വരച്ചേ. 1 1 ഓൺ ടു ആണോ നോക്കിയേ. ആദ്യത്തെ സെറ്റ് എല്ലാം 2 3 4 5. രണ്ടാമത്തെ സെറ്റ് 7 9 11 13. 2 to 7, 3 to 9, 4 to 11, 5 to 13. 1 1 ആണോ? ഒന്നിനൊന്നുണ്ടോ? ഉണ്ട്, അതെ. ഓൺ ടു ആണോ? റേഞ്ചിന്റെ സെറ്റ് തന്നെയാണോ കോഡൊമൈൻ എന്ന് വന്നത് നോക്കി. റേഞ്ച് 7 9 11 13 അല്ലേ? കോഡൊമൈനും അത് തന്നെ. അപ്പൊ 1 1 ഓൺ ടു ആണ്. 1 1 ഓൺ ടു അല്ലെ ഇൻജക്റ്റീവും സർജക്റ്റീവും 1 1 ഓൺ ടു ആകുന്നതിന്റെ പേരാണ് ബൈജക്റ്റീവ്. ബൈജക്റ്റീവ്. വേറെ പേര് ഇൻവേർട്ടബിൾ. അപ്പൊ ഇൻവേഴ്സ് ഉണ്ട്, ഇൻവേഴ്സ് എക്സിസ്റ്റ്. ഇൻവേഴ്സ് ഉണ്ട്. അപ്പൊ ഇൻവേഴ്സ് കാണാൻ ഇത് h ആണ് ഫംഗ്ഷൻ, തിരിച്ചെഴുതണം. ഇൻവേഴ്സ് h ഇൻവേഴ്സ് ഫ്രം ബി ടു എ, ബിയിൽ നിന്ന് എയിലോട്ട്. 7 9 11 13 2 3 4 5 2 to 7 തിരിച്ച് 7 to 2 9 to 3 11 to 4 13 to 5. കണ്ടോ? ഇതാണ് ഇൻവേഴ്സ്. ഇത് നമ്മൾ പഠിച്ചത് റോസ്റ്റർ ഫോം. ഇനി ഇത് തന്നെ സെറ്റ് ബിൽഡർ ഫോമിലുണ്ട്. സെറ്റ് ബിൽഡർ ഫോമിൽ ഓർക്കണം, അടുത്ത ക്ലാസ്സിൽ നമുക്ക് എടുക്കാം. വേറെ ഒരു കേസ് കൂടെ ഞാൻ എടുത്തു നിർത്താം. ഇതാണ് സെറ്റ് ബിൽഡർ ഫോം, അല്ല റോസ്റ്റർ ഫോം. ഇനി നമ്മൾ പഠിക്കുന്നത് കോമ്പോസിഷൻ ആണ്. എഫ് ഡോട്ട് ജി എന്ന് പറഞ്ഞാൽ എഫും ജിയും തമ്മിൽ കോമ്പോസിഷൻ ഫംഗ്ഷൻ കമ്പൈൻ ചെയ്ത് എഴുതുമ്പം എഫ് ഡോട്ട് ജി ഓഫ് എക്സ് എന്നാണ് എഴുതുന്നത്. എഫ് ഓഫ് ജി ഓഫ് എക്സ് തിരിച്ച് ജി ഡോട്ട് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ്. എഫ് ഡോട്ട് ജി ഓഫ് എക്സും ജി ഡോട്ട് എഫ് ഓഫ് എക്സും. ഇത് ആണ് കോമ്പോസിഷൻ ഫംഗ്ഷൻ. ക്വസ്റ്റ്യൻ വരുന്നതാണ്. ക്വസ്റ്റ്യൻ ഇതാണ്. ലെറ്റ് എഫ്, നമ്മൾ ഇന്ന് പഠിക്കുന്ന റോസ്റ്റർ ഫോമിലെയാണ്. ഇത് തന്നെ സെറ്റ് ബിൽഡറും ഉണ്ട് എല്ലാ കേസും. ലെറ്റ് എഫ് ഫ്രം 1 3 4 2 1 2 6, G from 1 to 5 to 1 3 1 to 5 to 1 3. Be given by F is equal to set 1 2
3 5 4 1 1 2 3 5 4 1. G is equal to set 1 3 2 3 5 1. 1 3 2 3 5 1. Write down G dot F. F dot G. G dot F, F dot G. G dot F ആയിരുന്നു ക്വസ്റ്റ്യൻ. ഞാൻ എഫ് ഡോട്ട് ജിയുടെ ചേർത്തന്നേ ഉള്ളൂ. ജി ഡോട്ട് എഫ് കാണാൻ ജി ഡോട്ട് എഫ് ഓഫ് എക്സ് ആണ്. ജി ഡോട്ട് എഫ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്യുന്ന ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്നാണ്. ജി ഓഫ് എഫ് ഓഫ് എക്സ്. അപ്പൊ ഇതില് എഫിനകത്ത് വരുന്ന ഇങ്ങോട്ട് നോക്കാം, എഫിനകത്ത് വരുന്ന എക്സിന്റെ വാല്യൂ ആണ് 1 3 4. ജിക്കകത്തുള്ള എക്സിന്റെ വാല്യൂ ആണ് 1 2 5. അപ്പൊ ജി ഡോട്ട് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫിനകത്തുള്ള എക്സിന്റെ വാല്യൂ 1 3 4 മൂന്നും ചെയ്യണം. ജി ഡോട്ട് എഫ് ഓഫ് 1, ജി ഡോട്ട് എഫ് ഓഫ് 3, ജി ഡോട്ട് എഫ് ഓഫ് 4 ഇത് മൂന്നും ചെയ്യണം. ജി ഡോട്ട് എഫ് ഓഫ് 1, ജി ഡോട്ട് എഫ് ഓഫ് 3, ജി ഡോട്ട് എഫ് ഓഫ് 4. ജി ഡോട്ട് എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ ജി ഓഫ് എഫ് ഓഫ് 1 ആണ്. ജി ഡോട്ട് എഫ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ ജി ഓഫ് എഫ് ഓഫ് 3, ജി ഓഫ് എഫ് ഓഫ് 4. അപ്പൊ അറിയണം ഇങ്ങോട്ട് നോക്കാം, എഫിനകത്ത് 1,2 എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എഫിനകത്ത് 1,2 എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് 1ന്റെ വാല്യൂ 2 എന്നാണ്. ഇങ്ങനെയാണ് പറയുന്നത്. എഫ് ഓഫ് 3യുടെ വാല്യൂ 5, എഫ് ഓഫ് 4ന്റെ വാല്യൂ 1. ജിക്കകത്ത് വരുന്നത് ജി ഓഫ് 1ന്റെ വാല്യൂ 3, ജി ഓഫ് 2ന്റെ വാല്യൂ 3, ജി ഓഫ് 5ന്റെ വാല്യൂ 1, ജി ഓഫ് 5ന്റെ വാല്യൂ 1. അപ്പൊ ദേ ഇവിടെ ജി ഓഫ് എഫ് ഓഫ് 1, എഫ് ഓഫ് 1 എത്രയാ നോക്കെ, എഫ് ഓഫ് 1 2 ആണ്. എഫ് ഓഫ് 1 2, ജി ഓഫ് 2 പറ, ഇതേ നോക്കി പറ. എഫ് ഓഫ് 1 ആദ്യം കൊടുത്തു 2, ജി ഓഫ് 2 പറഞ്ഞ് 3. 5. G of 5 equal to 1. 1. G of 1 equal to 3. ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്നാണ്. എഫ് ഓഫ് ജി ഓഫ് എക്സ്.